നിന്റെ ഭാര്യയ്ക്ക് നാട്ടുകാരുടെ മുന്നിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി ആർഭാടമായ ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടത്തണമെന്ന് നീ ആവശ്യപ്പെട്ടില്ലേ? അമ്മ അതിന് വഴങ്ങിയില്ലെങ്കിൽ നിന്റെ ഭാര്യയോടൊപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് നീ ഭീഷണിപ്പെടുത്തില്ലേ? അച്ഛാ, അമ്മയുടെ അവസ്ഥയിൽ ഇപ്പോഴും യാതൊരു വ്യത്യാസവും. അമ്മ ഇങ്ങനെ ജീവിതത്തിനും മരണത്തിനിടയിൽ കിടക്കുമ്പോ അതിന്റെ കാരണക്കാരി ഇങ്ങനെ സമാധാനത്തോടെ നടക്കുന്നത് ശരിയാണോ? ICU കിടക്കുന്ന രമാദേവിയുടെ മൂത്ത മകനാ ഞാൻ. എന്റെ അമ്മയെ ഈ അവസ്ഥയിലാക്കിയവർക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. ഒരു മകനെന്ന നിലയിൽ അതെന്റെ കടമയാ. എന്റെ അമ്മയോട് ഇത്രയും വലിയ ചതി ചെയ്തവളെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. അത് ചെയ്തത് അവളാണെന്ന് നിനക്കെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? അമ്മയെ അവസ്ഥയിലാക്കേണ്ട കാര്യം മറ്റാർക്കാണുള്ളത്? എന്നാ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ആ ചിന്നു നിരപരാധിയാണെന്ന് മാത്രം അച്ഛൻ പറയാതിരുന്നാ മതി. അങ്ങനെ ഞാൻ പറയില്ല. ഒരു പക്ഷേ നിന്റെ അമ്മ സ്വയം വിഷം കഴിച്ചതാണെങ്കിലോ? അങ്ങനെയും സംഭവിക്കാമല്ലോ. അമ്മ എന്തിനങ്ങനെ ചെയ്യണം? താൻ ആഗ്രഹിച്ചതൊക്കെ നേടിയ ചരിത്രം മാത്രമേ അമ്മയ്ക്കുള്ളൂ. എന്നും അമ്മ വിജയിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും അമ്മ തോൽവി സമ്മതിച്ച് ഒതുങ്ങിയിരുന്നിട്ടില്ല. പിന്നെ എന്തിനമ്മ ആത്മഹത്യക്ക് ശ്രമിക്കണം? നീ കാരണം നിന്റെ അമ്മ ജീവിതത്തില് ഒരാള് കാരണേ തോറ്റിട്ടുള്ളൂ. അത് അവള് ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും തന്നു വളർത്തിയ നീ കാരണോ? ഞാൻ ഏത് കാര്യത്തിനും അമ്മയുടെ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. ഞാനിപ്പോ അമ്മയെ തോൽപ്പിച്ചു എന്നാണോ അച്ഛൻ ഈ പറയുന്നേ? അതെ. ഇവൾക്ക് വേണ്ടി, ഇവളോടൊപ്പം ചേർന്നാണ് നീ അമ്മയെ തോൽപ്പിച്ചത്, നാണം കെടുത്തിയത്. നിന്റെ അമ്മയ്ക്ക് വിഷമേൽക്കുന്നതിന് തൊട്ടു മുൻപ് നീയും നിന്റെ ഭാര്യയും കൂടി അവളെ കാണാൻ പോയിരുന്നോ? അതിനുശേഷം അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. നിന്റെ ഭാര്യയ്ക്ക് നാട്ടുകാരുടെ മുന്നിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി ആർഭാടമായ ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടത്തണമെന്ന് നീ ആവശ്യപ്പെട്ടില്ലേ? അമ്മ അതിന് വഴങ്ങിയില്ലെങ്കിൽ നിന്റെ ഭാര്യയോടൊപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് നീ ഭീഷണിപ്പെടുത്തില്ലേ? ആ ഷോക്കിൽ നിന്റെ അമ്മ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണെങ്കിലോ? മോനെ, ആർക്കും ആരെ വേണമെങ്കിലും സംശയിക്കാം. ആ സംശയങ്ങൾ ബലപ്പെടുത്താൻ കഥകൾ മെനയാം. ചിന്നുവിനെ കൊടുക്കാനായി നീയും നിന്റെ ഭാര്യയും കൂടി കഥയുണ്ടാക്കിയപ്പോ നിങ്ങളെ കൊടുക്കാൻ ഇതുപോലൊരു കഥ അവളും ഉണ്ടാക്കിയാലോ? ഒരു തെറ്റും ചെയ്യാത്ത ചിന്നുവിനെ പ്രതിയാക്കാൻ വേണ്ടി നീ നിന്റെ കെട്ടിയോളും കൂടി ആലോചിക്കുന്ന സമയത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കും. അച്ഛാ, ഇറങ്ങി പോടാ. ഡോക്ടർ, രമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം മെഡിസിനോടൊക്കെ ബോഡി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു പറയാം. ഷീ വാസ് പോയിസൺഡ്. വളരെ മാരകമായ വിഷമാണ് അവരുടെ ശരീരത്തിൽ കയറിയിരുന്നത്.
രമാദേവിക്ക് നല്ല ദൈവാനുഗ്രഹം കൂടിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആള് രക്ഷപ്പെട്ടത്. രമാമയെ എപ്പോ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഡോക്ടർ? അതിന് ഇനിയും സമയമെടുക്കും. മിസ്റ്റർ ജയരാമൻ, നിങ്ങളുടെ ഭാര്യയെ വിഷബാധയേറ്റാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഒരുപക്ഷെ അത് ആത്മഹത്യാശ്രമമായിരിക്കും, അല്ലെങ്കിൽ കൊലപാതക ശ്രമമായിരിക്കും. എന്തായാലും ഇക്കാര്യം ഞങ്ങൾക്ക് പോലീസിൽ അറിയിച്ചേ പറ്റൂ. മാഡം, പോലീസിന് ഇതിൽ ഇടപെടുത്തേണ്ട ആവശ്യമുണ്ടോ? അധികം കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെ വിട്ടൂടെ? സോഷ്യൽ മീഡിയ ഒക്കെ അറിഞ്ഞാൽ അത് ചിലപ്പോ... ഇത് ഹോസ്പിറ്റൽ ഫോർമാലിറ്റിയാണ്. നിങ്ങളൊരു വക്കീലല്ലേ? ഇതിന്റെ നിയമവശങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കല്ലേ? ഇക്കാര്യം പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ പുറകെ പോകാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തയ്യാറാവില്ല. ഐ ആം സോറി. ഡോക്ടർ പറഞ്ഞതാ ശരി. നിയമം തെറ്റിക്കാൻ പാടില്ല. അവര് പോലീസിനെ അറിയിക്കട്ടെ. അമ്മയെ ആരെ എങ്ങനെ ചതിച്ചെന്ന് നമുക്കും അറിയണമല്ലോ. ഈ ഹോസ്പിറ്റലിലെ MD എന്റെ സുഹൃത്താ. ഞാൻ അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താലും രമ കുറച്ചുനാൾ ആവശ്യതയിലായിരിക്കും. കേസിനും മറ്റും പോയാൽ അവക്കത് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ എന്ത് കൈവശാടി ജയരാമൻ സാറിന് കൊടുത്തത്? നിന്നങ്ങ് മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യാണല്ലോ. കൈവശമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ആളെ കണ്ടാ തിരിച്ചറിയാനുള്ള വിവരവും ലോകപരിചയവും അദ്ദേഹത്തിനുണ്ട്. ഇവിടെ കൈവശം കൊടുത്ത് ധർമ്മ കല്യാണം നടത്തി വീട്ടിൽ കയറി വന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എടി, ആരെങ്കിലും പറയുന്നത് കേട്ട് നീ വായി തോന്നിയത് പറഞ്ഞോണ്ടല്ലോ, കൊന്നു കളയും ഞാൻ.